ആകാശത്തുയരുന്ന ചിറകുകൾ, വിവാദങ്ങളുടെ പെരുമഴക്കാലം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ആ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യമെന്ത്? മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കൊച്ചി യാത്രയും അതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ കത്തിയുയരുന്ന സൈബർ യുദ്ധവും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും ചൂടേറിയ ഒരു രാഷ്ട്രീയ രഹസ്യമാണ്. പിണറായി വിജയന്റെ കാലത്താണ് കേരള പോലീസ് അടിയന്തര സാഹചര്യങ്ങൾക്കായി ഹെലികോപ്റ്റർ വാങ്ങുന്നത്. അന്ന് അതിനെതിരെ കടുത്ത മുറവിളികളും സതീശനും കോൺഗ്രസ് നേതാക്കളും ഉയർത്തിയ ബഹളങ്ങളും കേരളം മറന്നിട്ടില്ല. അങ്ങനെയുള്ള വി.ഡി. സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തപ്പോൾ അത് സ്വാഭാവികമായും വലിയൊരു ചൂടൻ വാർത്തയായി മാറി. ആശുപത്രിയിലായ തന്റെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. കൈരളിയും ദേശാഭിമാനിയും ഒരേ സ്വരത്തിൽ ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി. പിണറായി സർക്കാരിന്റെ കാലത്ത് ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിച്ചപ്പോൾ എതിർത്തവർ ഇപ്പോൾ സ്വന്തം ആവശ്യത്തിന് സന്ദർശനങ്ങൾക്ക് ഒക്കെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെതിരെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന ചോദ്യം സൈബർ ലോകത്ത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. ചത്തുകിടന്നിരുന്ന സൈബർ സഖാക്കൾക്കൊക്കെ പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെയായിരുന്നു കാര്യങ്ങൾ. മുൻ മന്ത്രി എം.ബി. രാജേഷ് മുതൽ പരാജയപ്പെട്ട നേതാക്കൾ എല്ലാവരും തങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ കടുത്ത വിമർശനങ്ങളുമായി കളം നിറഞ്ഞു. സർക്കാർ ചെലവിൽ വായുമാർഗേണ ശ്വശുര ഗ്രഹ സന്ദർശനം, എന്തിനാ ഇപ്പോ ഒരു ഹെലികോപ്റ്റർ എന്നാരും ഇപ്പോൾ ചോദിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു മുൻമന്ത്രി ആർ ബിന്ദുവിന്റെ പരിഹാസം. മുഖ്യമന്ത്രി എന്ന നിലയിൽ സമയത്തിന് വിലയുള്ളതുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് സമയം ലാഭിക്കാൻ സഹായിക്കുമെന്നത് ഒരു വാദമാണെങ്കിലും മുൻപ് പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രകളെ അതിശക്തമായി എതിർത്ത വി.ഡി. സതീശന് ഇത് സ്വന്തം വിശ്വാസ്യതയിൽ വലിയൊരു കളങ്കമായി മാറിയിട്ടുണ്ട്. എന്നാൽ അമ്മായിയപ്പനെ കാണാൻ മാത്രമായി പ്രത്യേകമായി ഹെലികോപ്റ്റർ എടുത്തു എന്ന വാദം പൂർണ്ണമായും തെറ്റാണെന്നും കൊച്ചിയിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ശേഷം കാറിൽ യാത്ര ചെയ്യുകയാണുണ്ടായതെന്നും മറുപക്ഷവും വാദിക്കുന്നു. കൊച്ചിയിൽ വിവിധ ഔദ്യോഗിക പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രി അടുത്തുള്ള ആശുപത്രി സന്ദർശിച്ചത്. പരിപാടികൾക്ക് ശേഷം കൊച്ചിയിൽ നിന്ന് ഔദ്യോഗിക കാറിലായിരുന്നു അദ്ദേഹം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയത്. അസുഖബാധിതനായി ആലുവ കാരോത്തുകുഴി ആശുപത്രി ICUവിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ സന്ദർശിച്ചത് പൂർണ്ണമായും ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷമാണ്. യാത്രാവേളയിൽ സർക്കാരിന്റെ ഔദ്യോഗിക വാഹനം മാത്രമാണ് ഉപയോഗിച്ചതെന്നും ഇതിൽ ഹെലികോപ്റ്റർ ദുരുപയോഗം എന്ന ചോദ്യമേ ഉദിക്കുന്നില്ലെന്നുമാണ് വാദം. മുൻ LDF സർക്കാരിന്റെ കാലത്ത് പ്രതിമാസം 80 ലക്ഷം രൂപ വാടക വ്യവസ്ഥയിൽ 25 മണിക്കൂർ ഉപയോഗിക്കാനായി കരാറിലെടുത്ത ഹെലികോപ്റ്ററാണിത്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ ഭീമമായ തുക സംസ്ഥാന ഖജനാവിൽ നിന്ന് നൽകേണ്ടതുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലാതെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സമ്മേളനങ്ങൾക്കും മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കുമായി ഹെലികോപ്റ്റർ ദുരുപയോഗം ചെയ്ത ചരിത്രമുണ്ടെന്നും നമ്മൾ ഓർക്കണം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ സംസ്ഥാന സർക്കാർ സ്വകാര്യ കമ്പനികളിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററുകളുടെ ഇതുവരെയുള്ള ചെലവ് ഏകദേശം 45 കോടി രൂപ. ഇതിൽ ഇനിയും കൊടുത്തു തീർക്കാനുള്ളത് 2.40 കോടിയെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നതിനാൽ പിണറായി സർക്കാരിന്റെ കാലത്ത് വാടക ഹെലികോപ്റ്ററിനെ ശക്തമായി എതിർത്ത കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടെ കരാർ പുതുക്കാനുള്ള നീക്കം നടത്തിയതും നമ്മൾ കണ്ടതാണ്. 5 സീറ്റുള്ള 2-3 കോപ്റ്ററുകൾ വാങ്ങാനുള്ള പണമാണ് ഇടത് സർക്കാർ കൂർത്തടിച്ചത്. പോലീസ് ഫണ്ട് ഉപയോഗിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. മാവോയിസ്റ്റ് നിരീക്ഷണത്തിനും പ്രകൃതിക്ഷോഭ രക്ഷാപ്രവർത്തനത്തിനും VVIP യാത്രയ്ക്കുമെന്ന പേരിലാണ് കാര്യമായ കൂടിയാലോചനയില്ലാതെ ഡൽഹി ആസ്ഥാനമായ പവൻ ഹൻസ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് ടെൻഡറില്ലാതെ ഹെലികോപ്റ്റർ എടുത്തത്. നടപടി വിവാദമായതോടെ രണ്ടാം പിണറായി സർക്കാർ ടെൻഡർ വിളിച്ചു. ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 5 വർഷത്തേക്ക് ടെൻഡർ നേടി. പ്രതിമാസം 25 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയാണ് വാടക. അധികം പറന്നാൽ മണിക്കൂറിന് 90,000 രൂപ വീതം നൽകണം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വാടക നൽകണമെന്നാണ് കരാർ. എവിടെയൊക്കെ എന്ത് ആവശ്യത്തിനാണ് ഹെലികോപ്റ്റർ പറന്നതെന്ന് ഇതുവരെയും സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. ലഭ്യമായ വിവരമനുസരിച്ച് ഒരിടത്തും മാവോവാദികളെ നിരീക്ഷിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. പ്രകൃതി ദുരന്തങ്ങളിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എത്ര പേരെ രക്ഷപ്പെടുത്തിയെന്നതിനും വ്യക്തതയില്ല. കൂടുതലും VVIP യാത്രകൾക്കാണ് കോപ്റ്റർ ഉപയോഗിച്ചത്. പിണറായി തന്നെയാണ് കൂടുതലും കോപ്റ്ററിൽ പറന്നത്. ഏറെ ദിവസവും കോപ്റ്റർ വിശ്രമത്തിലുമായിരുന്നു. ഭാരത നാവികസേനയിൽ നിന്ന് അവശ്യഘട്ടങ്ങളിൽ മിതമായ ചെലവിൽ ഹെലികോപ്റ്റർ ലഭിക്കുമെന്നിരിക്കെയാണ് വൻ ധൂർത്തിന് ഇടത് സർക്കാർ തയ്യാറായത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. പ്രതിദിനം 3 മണിക്കൂറിലധികം പൊതുജനങ്ങളെ നേരിൽ കാണുകയും
രാത്രി വൈകുവോളം ഫയലുകൾ തീർപ്പാക്കുകയും ചെയ്യുന്ന തിരക്കേറിയ വ്യക്തിയാണ് നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ സമയം ലാഭിക്കുന്നതിനും ഭരണപരമായ വേഗത ഉറപ്പുവരുത്തുന്നതിനും ഇത്തരം ഔദ്യോഗിക യാത്രാ സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്ന വാദം ഉന്നയിച്ചാലും ഹെലികോപ്റ്റർ വാടക കേരളത്തിന് ഒരു ബാധ്യത തന്നെയാണ്. വിവരാവകാശ രേഖകൾ പ്രകാരം പുറത്തുവന്ന കണക്കുകൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. ഏകദേശം 50 കോടി രൂപ മുടക്കിയാൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള 2 പുതിയ ഹെലികോപ്റ്ററുകൾ തന്നെ വാങ്ങാമായിരുന്നിടത്താണ് കോടികൾ മുടക്കി ഈ സ്വകാര്യ കമ്പനിയുടെ വാടക ഹെലികോപ്റ്റർ തുടരുന്നത്. 2019-2020 വർഷം 18 കോടിയിലധികം, 2021-2022 വർഷം 4 കോടിയിലധികം, 2023-2024 വർഷം 3 കോടിയിലധികം, 2024-2025 വർഷം 12 കോടിയിലധികം. ഇങ്ങനെ വർഷങ്ങളായി കോടികളാണ് ഖജനാവിൽ നിന്നും ചോർന്നുപോയത്. ഈ കരാറിന്റെ കാലാവധിയാകട്ടെ ഈ വരുന്ന സെപ്റ്റംബർ 18 അവസാനിക്കുകയാണ്. ചിപ്സൺ ഏവിയേഷനുമായി ഉണ്ടാക്കിയ ഈ കരാർ അനുസരിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പ്രതിമാസം 80 ലക്ഷം രൂപ സർക്കാർ ലീസ് വാടകയായി നൽകണം. അതായത് വെറുതെ കിടന്നാലും ആ പണം നൽകിയേ തീരൂ. ഈ പശ്ചാത്തലത്തിൽ പണം നൽകി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി ഉപയോഗിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന ചോദ്യവും ശക്തമാണ്. വി.ഡി. സതീശനെതിരെ CPM സൈബർ സഖാക്കളും 8 നിലയിൽ പൊട്ടിയ മുൻ മന്ത്രിമാരും തൊടുത്തുവിടുന്ന ഈ അമ്പുകളെല്ലാം ഒടുവിൽ ചെന്ന് തറയ്ക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും LDF സർക്കാരിന്റെയും നയങ്ങളിലാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഈ കരാർ ആരാണ് ഒപ്പുവെച്ചത്, എന്തെല്ലാം വ്യവസ്ഥകളോടെ ആയിരുന്നു അത്, നികുതി പണത്തിൽ നിന്ന് ഇതിനകം എത്ര തുക ഇതിനായി ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചാൽ ഈ വിവാദത്തിന്റെ രാഷ്ട്രീയ ദിശ തന്നെ മാറാൻ ഇടയുണ്ട്. വി.ഡി. സതീശന് അനുകൂലമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ പിണറായി വിജയന്റെ കാലത്ത് നടന്നിട്ടുള്ള ധൂർത്തടിയും മുൻകൂർ കാഴ്ചപ്പാടുകളില്ലാതെ എടുത്ത തീരുമാനങ്ങളുമാണ്. വി.ഡി. സതീശനെ പോലുള്ള ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഏറെ ഭയക്കേണ്ടിയിരിക്കുന്നു. അടുത്ത തവണ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഈ ചോദ്യം വി.ഡി. സതീശന് മുന്നിൽ ചോദിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതിനു പിന്നിലുള്ള കണക്കുകൾ അദ്ദേഹം പുറത്തുവിടുമ്പോൾ അതൊക്കെ ആർക്കൊക്കെ തിരിച്ചടിയാകുമെന്ന് കണ്ടറിയാം. പൊതുഖജനാവിലെ കോടികൾ സ്വകാര്യ ഹെലികോപ്റ്റർ കമ്പനിക്ക് കൊടുക്കുന്ന കലാപരിപാടിയും അതിന്റെ കാരണഭൂതനും ചർച്ചയാകാതെ നിലവിലെ മുഖ്യമന്ത്രി അതൊരു ചെറിയ യാത്രയ്ക്ക് ഉപയോഗിച്ചത് കുംഭകോണമാക്കുന്നത് കിണർഗോലു PR ടീമാണെന്നും ആക്ഷേപമുണ്ട്. വി.ഡി. സതീശന് സമയമുണ്ട്, ഓഗസ്റ്റ് 30 വരെ. കേരളം കണ്ട വലിയ ധൂർത്തുകളിൽ ഒന്നായ ഈ പദ്ധതി തുടരാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിൽ നിലവിൽ പിണറായിയിലും ബഹ്റയിലും നിലകൊള്ളുന്ന പാപഭാരം നിശ്ചയമായും അദ്ദേഹം പൂർണ്ണമായി ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരും. അത് തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ നാടിനോടുള്ള നീതിയാകും. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും പോലീസിനുമെല്ലാമായി ഒരു ഹെലികോപ്റ്റർ ആവശ്യമുണ്ടെങ്കിൽ അത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കി വിലയ്ക്ക് വാങ്ങുന്നതാണ് ഉത്തമം. ഈ വിവാദം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ യാത്രയെക്കുറിച്ചുള്ളതാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടികൾ ചോർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ധൂർത്തിന്റെ കഥ കൂടിയാണ്.